വേട്ട എന്ന കഥയുടെ തുടർച്ച. ഈ കുട്ടിയുടെ അച്ഛനെവിടെ ദാക്ഷായണി? ദാക്ഷായണി അകലങ്ങളിൽ അർത്ഥമില്ലാതെ നോക്കി നിന്നു. അവൾ മറുപടി പറഞ്ഞില്ല. ഇലകൊഴിഞ്ഞ വൃക്ഷശിഖരത്തിൽ ഒറ്റപ്പെട്ട ഏതോ ഒരു പക്ഷി ഉച്ചവെയിലിൽ അന്താളിച്ചു കരഞ്ഞു. ആ കരച്ചിലിൽ അവൾ നടുങ്ങി. അവൾക്ക് ചുറ്റും വിഹ്വലത ചെത്തമില്ലാതെ പതുങ്ങി നിന്നു. ഏതോ പേടി സ്വപ്നത്തിൽ ഞെട്ടി വിറക്കുന്നതുപോലെയാണ് ബസിന്റെ കൂർത്ത ശബ്ദത്തിൽ അവൾ ഉണർന്നത്. വേനൽ വരണ്ട കണ്ടങ്ങളിൽ ദാഹാർത്തരായ കുട്ടികൾ വലിച്ചഴിക്കുന്ന കൊടുംപാവിയെപ്പോലെ സ്വന്തം വിധി ചുമക്കുന്ന അവൾ ബസ്സിലേക്കും പിന്നീട് ആസ്പത്രിയിലേക്കും വലിച്ചഴിക്കപ്പെട്ടു. ആസ്പത്രിയിലെത്തിയതും ബാലൻ കുട്ടിയെ വാങ്ങി. ദാക്ഷായണി, കൂടെ വരൂ. നിസ്സർഗിതരുടെ നീണ്ട നിരയിൽ അവരും നിന്നു. കയറു പൊട്ടിച്ചോടുന്ന മനസ്സ്, ചുറ്റും ഉയർന്നു പൊങ്ങുന്ന നിസ്സഹായതയുടെ കരച്ചിൽ, മരുന്നുകളുടെ കൊല്ലുന്ന മണം. ദാക്ഷായണി, കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ച ശേഷം ബാലൻ വിളിച്ചു. പേടിക്കാനില്ലെന്നാ പറഞ്ഞ് ഇവിടെ കിടത്തേണ്ടി വരും. മരണവേദനയിൽ അലമുറയിടുന്ന കുട്ടികൾ നിറഞ്ഞ ഹാളിൽ കുട്ടിയെ കിടത്തുമ്പോഴേക്കും സിസ്റ്റർ വന്നു ഒരു കുറിപ്പ് നീട്ടി. ബാലൻ കുറിപ്പ് വാങ്ങി പുറത്തുപോയി. മരുന്നുകളുമായി തിരിച്ചു വരുമ്പോഴേക്കും സ്ഥലകാലബോധമില്ലാതെ അന്തം വിട്ടിരിക്കുന്ന ദാക്ഷായണിയെ നോക്കി അയാൾ പറഞ്ഞു, പേടിക്കണ്ട, ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പെട്ടെന്ന് കുഞ്ഞ് കണ്ണു തുറന്നു. കൃഷ്ണമണികൾ അനക്കി ചുറ്റും നോക്കി. കുഞ്ഞ് കരഞ്ഞു. ദാക്ഷായണി കുഞ്ഞ് പായിൽ വീണു. അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയ സിസ്റ്റർ ട്രിപ്പിന് സെറ്റ് സംഘടിപ്പിച്ചു. സൂചി കുട്ടിയുടെ കയ്യിലിറക്കി. കൈ ഇളകാതിരിക്കാൻ കട്ടിലിൽ ബന്ധിച്ചു. എല്ലാം നോക്കി തൃപ്തി വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇനി പേടിക്കാനില്ല. ട്യൂബിലൂടെ തുള്ളിത്തുള്ളിയായി മരുന്ന് കലർന്ന ജലം കുട്ടിയുടെ ശരീരത്തിലേക്ക് കയറി തുടങ്ങി. കുഞ്ഞു ഒന്ന് വിയർത്തു. ദാക്ഷായണി തൊട്ടുനോക്കി. പനി കുറവുണ്ട്. അവൾ തലയുയർത്തി ബാലനെ നോക്കി. അവളുടെ മുഖത്ത് സന്ധ്യയുടെ തേഞ്ഞ വെളിച്ചം പടർന്നു നിന്നു. ദാക്ഷായണി, ഞാനിതാ വരുന്നു. ബാലൻ തിരിച്ചു വരുന്നത് ഒരു പാത്രത്തിൽ കാപ്പിയും കൊണ്ടാണ്. അവൾ പാത്രം വാങ്ങി ഒരു വലിക്ക് കുടിച്ചു. അവളുടെ മുഖത്തും കൈത്തണ്ടകളിലും ക്ഷീണം നനുനനുത്ത തുള്ളികളായി ഉരുണ്ടുകൂടി. പാത്രം തിരിച്ചു നൽകുമ്പോൾ ദാക്ഷായണി ഞെട്ടി. തൻ്റെ കൈ ബാലൻ്റെ കൈക്കുള്ളിലായോ? തൻ്റെ ചുമലിൽ ബാലൻ്റെ നിശ്വാസത്തിൻ്റെ കനൽ വീണുവോ? ഈ ചെറിയ കഥ തുടരും.